നമസ്കാരം. എല്ലാ പ്രിയ തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം പറയട്ടെ. ഇന്നത്തെ വീഡിയോ ടി സിയെ കുറിച്ചാണ്. +2 തുല്യത റിസൾട്ട് വന്നു. നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. തുടർ പഠനത്തിനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് ടി സിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത്. ടി സി നിർബന്ധമാണ്. തുടർ പഠനത്തിന് ഡിഗ്രിക്കാണെങ്കിലും നമ്മൾ ഏത് കോഴ്സിന് പോവുകയാണെങ്കിലും ടി സി നിർബന്ധമാണ്. ഇനിയിപ്പോൾ തുടർന്ന് പഠിക്കാൻ ഈ സമയത്ത് താല്പര്യമില്ല, എന്നാൽ പിന്നീട് പഠിക്കാം എന്നുള്ള അങ്ങനെ കരുതിയിരിക്കുന്നവർക്കൊക്കെ എന്ത് ആവശ്യമാണ്? ടി സി എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ടി സി എങ്ങനെ വാങ്ങിക്കുക, ടി സിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടി സിക്ക് നമ്മൾ ഒരു അപേക്ഷാ ഫോമുണ്ട് നിങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ. അതായത് സാക്ഷരതാ ജില്ലാ മിഷനിൽ പോയി കഴിഞ്ഞാൽ, സാക്ഷരതാ ജില്ലാ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോം ലഭ്യമാവും. ആപ്ലിക്കേഷൻ ഫോമുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒന്ന് അപേക്ഷാ ഫോമുണ്ട്. ടി സിക്ക് പ്രത്യേകം അപേക്ഷാ ഫോമുണ്ട്. രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ പ്രിൻ്റ് ഔട്ട്, നമ്മുടെ +2 മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് നമ്മൾ മാർക്ക് അറിഞ്ഞ് പാസ്സായി എന്നറിഞ്ഞ് നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, +2 മാർക്ക് ലിസ്റ്റ്, ആ മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് വേണം. മൂന്നാമതായി വേണ്ടത് തുല്യതാ രജിസ്ട്രേഷൻ മെമ്മോ ആണ്. നമ്മൾ +1 +2 ചേർന്നപ്പോൾ, ഈ തുല്യതാ കോഴ്സിന് ചേർന്നപ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ മെമ്മോ തന്നിരുന്നു. അപ്പോൾ ആ രജിസ്ട്രേഷൻ മെമ്മോ വേണം. അതോടൊപ്പം നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വേണ്ടത്? ടി സിക്ക് അപേക്ഷിക്കാൻ വേണ്ടത്. ഒന്നുകൂടെ പറയാം, നമ്മൾ ടി സിക്ക് എല്ലാവരും ടി സി വാങ്ങിച്ച് വെക്കണം, നിർബന്ധമാണ്. തുടർ പഠനത്തിന് ടി സി അത്യന്താപേക്ഷിതമാണ്, നിർബന്ധമാണ്. ഇപ്പോൾ പഠിക്കുന്നില്ല, കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ടി സി വാങ്ങി വെക്കണം. +2 തുല്യത കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ടി സി വാങ്ങി വെക്കണം. ടി സിക്ക് വേണ്ട കാര്യങ്ങൾ, അപേക്ഷാ ഫോമുണ്ട്, ഒരു ഫോമുണ്ട്, അപേക്ഷാ ഫോമുണ്ട്, അത് പൂരിപ്പിച്ച് നൽകണം. പിന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വേണം. നമ്മുടെ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, നമ്മൾ റിസൾട്ട് അറിഞ്ഞാൽ +2 പ്രിൻ്റ് ഔട്ട്, അത് വേണം. അത് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി, സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി. ആ പ്രിൻ്റ് ഔട്ടിൻ്റെ കോപ്പിയുടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, സ്വയം സാക്ഷ്യപ്പെടുത്തുക, പേര് ഒപ്പിടുക. പിന്നെ വേണ്ടത് തുല്യതാ രജിസ്ട്രേഷൻ മെമ്മോ വേണം. നമ്മൾ കോഴ്സിന് ചേർന്നപ്പോൾ കിട്ടിയ തുല്യതാ രജിസ്ട്രേഷൻ മെമ്മോ വേണം. നാലാമതായി വേണ്ടത് നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. SLC സർട്ടിഫിക്കറ്റ് അത് പ്രകാരമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേരുകൾ, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാകുന്ന അതിലാണ്. അതുകൊണ്ട് SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടെ വെക്കണം. ഇത്രയും 4 കാര്യങ്ങളാണ് എന്ത് വേണ്ടത്? ടി സിക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഹാജരാക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതാത് സാക്ഷരതാ മിഷൻ ജില്ലാ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കണം. ഓരോ ജില്ലയിലും എന്തുണ്ട്? സാക്ഷരതാ മിഷൻ ലിറ്ററസി സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ സിവിൽ സ്റ്റേഷനിലാണ് ഉണ്ടാവുക അധികവും. അപ്പോൾ സാക്ഷരതാ മിഷൻ ജില്ലാ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് ടി സിക്ക്. അതല്ലാതെ സെൻട്രൽ കോർഡിനേറ്റർ മുഖാന്തരം നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നേരിട്ടോ അതാത് സെൻട്രൽ കോർഡിനേറ്റർമാർ വഴിയോ നമുക്ക് എന്ത് ചെയ്യാം? ടി സിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടി സിക്ക് നമുക്ക് 2-4 വർക്കിംഗ് ഡേ ഒക്കെ എടുക്കാറുണ്ട് ടി സി കിട്ടാൻ. അതാത് ജില്ലാ കേന്ദ്രങ്ങളിലാണ് ടി സി അനുവദിക്കുന്നതെങ്കിലും 2-4 വർക്കിംഗ് ഡേ ഒക്കെ എടുക്കാറുണ്ട് ടി സി നമുക്ക് കിട്ടാൻ. അപേക്ഷിച്ചിട്ട് 2 അല്ലെങ്കിൽ 4 എന്ത് ചെയ്യാറുണ്ട്? വർക്കിംഗ് ഡേ, പ്രവൃത്തി ദിവസങ്ങൾ എടുക്കാറുണ്ട് ടി സി ലഭ്യമാവാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടി സിയെക്കുറിച്ച് പറയാനുള്ളത്. ടി സിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആ രജിസ്ട്രേഷൻ മെമ്മോ അത് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിർബന്ധമാണ്. അതുപോലെ നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല, നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത്. അതോടൊപ്പം അപേക്ഷാ ഫോം. ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ ടി സിക്കായി സമർപ്പിക്കേണ്ടത്. നമുക്ക് നാളെ മുതൽ എന്ത് ചെയ്യാം? ടി സിക്ക് സമർപ്പിക്കാവുന്നതാണ്. ടി സി സമർപ്പിച്ച് കഴിഞ്ഞാൽ, ടി സിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 2 മുതൽ 4 വരെ വർക്കിംഗ് ഡേ എടുക്കാറുണ്ട്. 2 മുതൽ 4 വരെ. ചില ദിവസങ്ങളിൽ ചില സെൻറ്ററുകളിലൊക്കെ, ചില കേന്ദ്രങ്ങളിലൊക്കെ 2 പ്രവൃത്തി ദിവസം കൊണ്ട് കൊടുക്കാറുണ്ട്. ചില കേന്ദ്രങ്ങളിലൊക്കെ 4 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട് ടി സി ഇഷ്യൂ ചെയ്യാൻ. പിന്നെ ടി സി ഒരിക്കലും അനുവദിച്ച ടി സി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ടി സി അത്രയും പ്രാധാന്യമുള്ളതാണ്. ഒരിക്കൽ നമുക്ക് ടി സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? വേറെ ടി സി ലഭ്യമാവില്ല. അപ്പോൾ ടി സി നന്നായി എന്ത് ചെയ്യണം? നമ്മൾ നന്നായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ടി സി. തുടർ പഠനത്തിനൊക്കെ ആവശ്യമാണ് ടി സി. അപ്പോൾ എല്ലാ +2 തുല്യതാ പഠിതാക്കളും എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ടി സിക്ക് അപേക്ഷിക്കുക.
ടി സി കിട്ടിയാലേ നമുക്ക് തുടർ പഠനം സാധ്യമാവുള്ളൂ. ഡിഗ്രിക്കൊക്കെ പോകാൻ നമുക്ക് എന്താ ടി സി അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് നമുക്ക് ഒറിജിനൽ കിട്ടിയിട്ടില്ല. അത് നമുക്ക് തൽക്കാലം ഈ പ്രിൻ്റ് ഔട്ടൊക്കെ വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിന് നമുക്ക് സമയം കിട്ടും, സമർപ്പിക്കാൻ ഡേറ്റൊക്കെ സമർപ്പിക്കാൻ സമയം കിട്ടും. പക്ഷേ ടി സി അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, എത്രയും ഇവിടെ എന്ത് ചെയ്യുക, ടി സിക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. ടി സി പറഞ്ഞു സാക്ഷരതാ ജില്ലാ കേന്ദ്രങ്ങളിലാണ് അപേക്ഷിക്കേണ്ടത്. അതല്ലെങ്കിൽ സെൻറ്റർ കോർഡിനേറ്റർ മുഖേന നമുക്ക് എന്ത് ചെയ്യാം, ടി സിക്ക് അപേക്ഷിക്കാം. നേരിട്ടോ സെൻറ്റർ കോർഡിനേറ്റർ മുഖേന നമുക്ക് എന്ത് ചെയ്യാം, ടി സിക്ക് അപേക്ഷിക്കാം. ടി സിക്കുള്ള ഫോം ഞാൻ ആദ്യം പറഞ്ഞു, അപേക്ഷാ ഫോം വേണമെന്ന് പറഞ്ഞു. അപ്ലിക്കേഷൻ ഫോമിൻ്റെ ആവശ്യമുണ്ട് ടി സിക്ക്. ആ അപേക്ഷാ ഫോം സെൻട്രൽ കോർഡിനേറ്റർമാരുടെ കയ്യിലുണ്ടാവും. അതല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ പോയാൽ മതി, സാക്ഷരതാ മിഷൻ കേന്ദ്രങ്ങളിൽ പോയാൽ മതി. അവിടെ നമുക്ക് എന്ത് കിട്ടും, ഫോം അവൈലബിൾ ആണ്. അവിടെ നിന്ന് എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപേക്ഷാ ഫോം അവിടുന്ന് ഫില്ല് ചെയ്യാനേ ഉള്ളൂ. മലയാളത്തിലാണല്ലോ ഫോം ഉള്ളത്. ഓക്കെ, അപ്പോൾ അപേക്ഷാ ഫോം എവിടെ കിട്ടും, സാക്ഷരതാ മിഷൻ ജില്ലാ കേന്ദ്രങ്ങളിൽ ലഭ്യമാവും. അതല്ലെങ്കിൽ സെൻട്രൽ കോർഡിനേറ്റർമാരുടെ കയ്യിലുണ്ട്. സെൻട്രൽ കോർഡിനേറ്റർമാരുടെ കയ്യിൽ എന്ത് നമുക്ക് ഫോം ലഭ്യമാവും. ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അപേക്ഷാ ഫോം വേണം, ടി സിക്ക് അപേക്ഷാ ഫോം വേണം. പിന്നെ ഇവിടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, നമ്മൾ സൈറ്റിൽ നിന്ന് എടുത്ത മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. അത് സ്വയം സാക്ഷ്യപ്പെടുത്തണം. അതിന് താഴെ പേര് ഒപ്പിടുകയാണ് സാക്ഷ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് തുല്യതാ രജിസ്ട്രേഷൻ മെമ്മോ വേണം. പിന്നെ നാലാമതായി വേണ്ടത് SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ഇത്രയും 4 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ടി സിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് തുടർ പഠനം സാധ്യമാവണം, എല്ലാവരും ഡിഗ്രിക്ക് പോകണമെന്നാണ്. അപ്പോൾ ഡിഗ്രിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്ന് പഠിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യണം, തുടർന്ന് പഠിക്കണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി നമുക്ക് ചെയ്യാം പറഞ്ഞു. ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ക്ലാസ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടി സിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ടി സി എത്രയും പെട്ടെന്ന് ടി സി എങ്ങനെ കരസ്ഥമാക്കാം, ടി സിക്കുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പ്രോത്സാഹിപ്പിക്കുന്നവർക്കും അതാത് സമയങ്ങളിൽ ഉപദേശങ്ങൾ തരുന്നവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.